വരും ദിവസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മഴ ശക്തമാകാനൊരുങ്ങുന്നത്. ഇതോടുകൂടി തന്നെ അതികഠിനമായ ചൂടിന് കുറച്ചധികം ആശ്വാസം പകരാൻ സാധിക്കുമെന്ന് കരുതപ്പെടുകയാണ്. വിവിധ ജില്ലകളിലായി തന്നെ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാകട്ടെ നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കും ഞായറാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. അതായത് 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മീതെ തന്നെ ചക്രവാത ചുഴി രൂപപ്പെട്ടാലാണ് വരുന്ന 2 ദിവസം ആയതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ 2 ദിവസം മഴ ശക്തി പ്രാപിക്കുന്നതും. കേരളത്തിൽ ഫെബ്രുവരി 24 വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യ രേഖാ പ്രദേശത്തും അതിനോട് ചേർന്നുള്ള തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും കഴിഞ്ഞ ദിവസം രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് രാവിലെ 8:30 തന്നെ ദുർബലമായതായും അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യ രേഖാഭാഗത്തും അതിനോട് ചേർന്നുള്ള തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ഇതേ പ്രദേശങ്ങളിൽ മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ഇതുമൂലം തെക്കൻ തമിഴ്നാട്ടിലും തെക്കൻ കേരളത്തിലും പശ്ചിമഘട്ട ജില്ലയിലുമെല്ലാം തന്നെ ഈ പല സ്ഥലങ്ങളിലായി തന്നെ നേരിയതോ അല്ലെങ്കിൽ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഇതിലൂടെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 21, 22 തീയതികളിൽ കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ പ്രതീക്ഷിക്കാം. ഇടിമിന്നലിനും അതുപോലെ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഹിൽ സ്റ്റേഷനുകൾ, കായലുകൾ, ക്ഷേത്ര നഗരങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കനത്ത മഴ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയും മിന്നലും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഫെബ്രുവരി 20, അതായത് ഇന്ന് മുതൽ ഫെബ്രുവരി 22 വരെ അവിടെ മാന്നാർ ഉൾക്കടലിനും കന്യാകുമാരി പ്രദേശത്തിനും സമീപത്തുള്ള കടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ കടൽ പ്രക്ഷുബ്ധമായി തന്നെ തുടരാനും സാധ്യതയുണ്ട്. ഇത് തെക്കൻ തീരങ്ങളിലെ അതേപോലെ തന്നെ തീരദേശ വിനോദസഞ്ചാരത്തെയും മത്സ്യബന്ധനത്തെയും കൂടുതലായി തന്നെ ബാധിച്ചേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.